വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു 4 മണി പലഹാരമായ നാടൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും എങ്ങനെയാണ് പഴംപൊരി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. അത് 4 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ 1 മുട്ട, മഞ്ഞൾപ്പൊടി, പിന്നെ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് പഞ്ചസാര, 1-2 നുള്ള ഉപ്പ്, പിന്നെ ബാറ്റർ തയ്യാറാക്കാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള എണ്ണ. ഇത്രയും മതിയാകും. എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പഴംപൊരി ഉണ്ടാക്കുവാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ക്രിസ്പിനെസ് കിട്ടുവാനായിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുവാനായിട്ട് 1-2 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ചെറിയൊരു കളർ കിട്ടുവാനായിട്ട് 1-2 നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതല്ലാതെ ചിലർ ജീരകം ചേർക്കാറുണ്ട്, അതുപോലെ എള്ളൊക്കെ ചേർക്കാറുണ്ട്. ഇതൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. ഇവിടെ പിള്ളേർക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഫ്ലേവർ കിട്ടുവാനായിട്ടാണ് ഏലക്ക പൊടിച്ചത് ചേർത്തത്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചെറിയ ചൂടുള്ള ടൈപ്പാണ്. ഇളം ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അധികം ചൂടൊന്നും വേണ്ട. തണുത്ത വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നതിലും കുറച്ചും കൂടെ നല്ലത് ഇളം ചൂടുവെള്ളത്തിൽ ബാറ്റർ തയ്യാറാക്കുന്നതാണ്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അധികം കട്ടയില്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ബാറ്റർ അധികം ലൂസായി പോകരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ കിട്ടണം. എങ്കിലേ പഴത്തിൽ അത് പിടിച്ചിരിക്കുള്ളൂ. അതുകൊണ്ട് കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. മധുരമൊക്കെ നിങ്ങളുടെ രീതിയിൽ ചേർത്ത് കൊടുക്കുക. പഴത്തിൻ്റെ മധുരവും അതനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട്. പഴംപൊരിക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഇത്രയും ലൂസ് മതിയാകും. ഒത്തിരി ലൂസായി പോകരുത്, അതുപോലെ ഒത്തിരി തിക്കാകാനും പാടില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ 4 കട്ട് ചെയ്യുവാണ്. ഈ ഒരു പഴം 2 ആക്കിയാൽ മതി.
മറ്റേത് നീളം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഉടനെ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ പഴം ഈ മാവിലേക്ക് മുക്കി എടുക്കുക. ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് മുക്കിയെടുക്കുക. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ തീ കുറച്ചും പാടില്ല, എന്നാൽ അധികം കൂട്ടി വയ്ക്കാനും പാടില്ല. തീ കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും നിൽക്കുക. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. ഏകദേശം നല്ല രീതിയിലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ അരിപ്പൊടി ചേർത്തതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത്. അകം സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. മുട്ട ചേർക്കുന്ന ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക സ്വാദാണ് ഈ പഴംപൊരി കഴിക്കുമ്പോൾ. അപ്പോൾ ഒരു തുളയുള്ള പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റുവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ചെയ്തെടുക്കാം. മാവിൽ മുക്കി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മാവ് ലൂസായി പോകരുത്. ലൂസായി പോയാൽ ഇതുപോലെ പിടിച്ചിരിക്കുകയില്ല, എണ്ണ ഒരുപാട് കുടിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.